സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണമെന്ന ചൊല്ല് എന്തുകൊണ്ടോ ഇന്ത്യൻ ക്രിക്കറ്റിന് ബാധകമല്ലാതിരിക്കുകയാണ്. അടുത്തിടെ ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയോട് ഏറ്റ കനത്ത പരാജയത്തിൽ നാണം കെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഒരു കളിയാകുമ്പോൾ ജയപരാജയങ്ങൾ സ്വാഭാവികം എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. എന്നാൽ ഒന്നോ രണ്ടോ കളിക്കാർ ഒഴികെ മറ്റാർക്കും തന്നെ കാര്യമായ സംഭാവനകൾ നൽകാൻ പരമ്പരയിലുടനീളം സാധിച്ചില്ല. ക്രിക്കറ്റ് എന്നാൽ ഒരു ടീമിനുമാണ്. ടീമിലെ 11 പേരും നന്നായി കളിച്ചാൽ ടീമിന് വിജയം നേടാൻ സാധിക്കും. വിജയം നേടിയില്ലെങ്കിലും നന്നായി പൊരുതി പരാജയപ്പെട്ടാലും തോൽവിയുടെ ആഘാതം കുറയ്ക്കാം. 5 ടെസ്റ്റ് മത്സരങ്ങൾ നടന്ന പരമ്പരയിൽ ഇന്ത്യ 3-1 തോൽവി ഏറ്റുവാങ്ങി. 5ാം ടെസ്റ്റിൽ രോഹിത് ശർമ്മയിൽ നിന്നും നായകസ്ഥാനം ജസ്പ്രീത് ബുംറ ഏറ്റെടുത്തെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ തന്നെ പരിക്കേറ്റ് അദ്ദേഹത്തിന് മത്സരത്തിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല. രോഹിത് ശർമ്മയുടെ തണുപ്പൻ നിലപാട് യുവതാരങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നത് മത്സരം തത്സമയം കണ്ട എല്ലാവർക്കും മനസ്സിലാകും. ബുംറയുടെ കീഴിൽ കുറച്ചുകൂടെ ആക്രമണോത്സുകത ഇന്ത്യൻ ടീം പുറത്തെടുക്കുന്നുണ്ട്. രോഹിത് വിരാട് സഖ്യം തുടർച്ചയായി ബാറ്റിംഗിൽ നിരാശപ്പെടുത്തുന്നതും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശാപമാണ്. വിരാട് കോഹ്ലിക്കാകട്ടെ ഓഫ് സൈഡിൽ വരുന്ന പന്തുകളെ നേരിടാൻ ആത്മവിശ്വാസം പോരാ. അദ്ദേഹത്തിനെ കൂടുതൽ തവണ ഓസീസ് ബൗളർമാർ പുറത്താക്കിയതും ഓഫ് സൈഡ് പന്തുകൾ എറിഞ്ഞുകൊടുത്താണ്. ക്രിക്കറ്റിൽ പ്രായവും ഫോമും ശാരീരിക ക്ഷമതയ്ക്കുമൊപ്പം വിശ്രമം, ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുത്ത ക്ഷമതയും അടിസ്ഥാന കാര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആഭ്യന്തര മത്സരങ്ങളിൽ, അതായത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് ഒരു പതിറ്റാണ്ടിനുമേൽ ആയി എന്നത് തന്നെ അവരുടെ സ്ഥിരതയില്ലായ്മ എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നു. വിശ്വാസപൂർവ്വം ടീമിന് വേണ്ടി ക്രീസിൽ നിലയുറപ്പിച്ച് കളിക്കാൻ ഇരുവർക്കും കഴിയുന്നില്ല. ആദ്യ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ ഒരു സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയേക്കാൾ ഭേദമെന്ന് പറയാം. 5 ഇന്നിംഗ്സുകളിൽ നിന്നായി 31 റൺസാണ് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം. വിരാട് കോഹ്ലിക്കാകട്ടെ എല്ലാ ഇന്നിംഗ്സുകളിൽ നിന്നും 190 റൺസും. തുടർച്ചയായി ഓഫ് സൈഡിൽ ക്യാച്ച് നൽകി പുറത്താക്കുക എന്ന പതിവ് ഓസ്ട്രേലിയയിൽ 8 തവണ ആവർത്തിച്ചിരിക്കുകയാണ് കോഹ്ലി. ജസ്പ്രീത് ബുംറ, യശസ്വി ജയ്സ്വാൾ എന്നിവരൊഴികെ ആർക്കും കാര്യമായ സംഭാവനകൾ സ്ഥിരമായി കാഴ്ചവെക്കാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മയിൽ നിന്നും നായകസ്ഥാനം ഏറ്റെടുത്ത ബുംറയാണ് പരമ്പരയിലെ താരം. ബുംറ ഒഴികെ ഇന്ത്യൻ ടീമിലെ ആരും കാര്യമായ വെല്ലുവിളി ഉയർത്തിയില്ല എന്ന് ഓസ്ട്രേലിയൻ ടീമംഗങ്ങൾ തന്നെ പറയുന്നു. ഇരുവരും ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും രാജി പ്രഖ്യാപിക്കും എന്ന അഭ്യൂഹം ശക്തമാണ്. ഇരുവരെയും ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന മുറവിളിയും ഉയരുന്നുണ്ട്. ക്രിക്കറ്റ് വിദഗ്ധരും ക്രിക്കറ്റ് പ്രേമികളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇരുവരെയും വളരെയധികം വിമർശിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ എപ്പോൾ കളി നിർത്തണമെന്ന് തങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന ധാർഷ്ട്യത്തോടെയുള്ള മറുപടിയാണ് അവർ ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകിയത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ രക്ഷിക്കാനായി ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും. ധാരാളം പ്രതിഭാധനരായ യുവ ക്രിക്കറ്റർമാർ അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് പഴയ പെരുമ കൊട്ടിഘോഷിച്ച് ടീമിനെ തളർത്തുന്ന സീനിയർ താരങ്ങളെ ടീമിൽ നിലനിർത്തുന്നത്. ഇത് ടീമിന്റെ ബലം തളർത്തുകയും ക്രിക്കറ്റ് പ്രേമികളെ കളിയിൽ നിന്ന് അകറ്റുകയും ചെയ്യും. യുവതാരങ്ങൾക്കായി മാറിക്കൊടുത്ത സച്ചിൻ, ദ്രാവിഡ്, കുംബ്ലെ എന്നീ മഹാരഥന്മാരുടെ മാതൃക രോഹിത്തും വിരാടും പിന്തുടർന്നാൽ അത് അവരുടെ മതിപ്പ് വർദ്ധിപ്പിക്കുകയുള്ളൂ. എന്നാൽ ടീമിൽ കടിച്ചു തൂങ്ങി ടീമിന്റെ പരാജയങ്ങൾക്ക് കാരണമായാൽ പുറത്താക്കപ്പെടുക എന്ന നാണക്കേടിന്റെ ഭാരം ഇരുവർക്കും ചുമക്കേണ്ടി വരും. കളി മോശമാകുമ്പോൾ കളി നിർത്തുക.